ആബ്സെൻറ്റ് സീഷറിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ അപസ്മാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമയിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുള്ള കയ്യും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ വെട്ടി വിറയ്ക്കുന്നു, നാക്കിൽ നിന്ന് നുരയും പതയും വരുന്നു, നാവ് കടിച്ചു മുറിക്കുന്നു, ചിലപ്പോൾ വീണു പോകുന്നു, ഇങ്ങനെയൊക്കെയാണല്ലോ. ഈ ആബ്സെൻറ്റ് സീഷറിൽ അത്തരത്തിലുള്ള വീഴ്ചകളോ ചലനങ്ങളോ ഒന്നുമില്ല. ആളിങ്ങനെ നിശ്ചലമായിട്ടിരിക്കുന്നു, കണ്ണുകളിങ്ങനെ തുറിച്ച് വരുന്ന പോലെ കാണും. കണ്ണിങ്ങനെ തുറിച്ച് വന്നിങ്ങനെ വായൊക്കെ പൊളിച്ച് സ്റ്റക്കായി ഒന്നും ചെയ്യാനാകാതെ ഒരു 15-20 സെക്കൻഡ്, ഏതാനും സെക്കൻഡുകൾ മാത്രമേ കാണൂ, അത്രയും നേരം. പക്ഷേ അത്രയും നേരം ചുറ്റും നടക്കുന്നതൊന്നും ഈ കുട്ടിക്ക് ഓർമ്മയില്ല. അവൻ എവിടെയാണെന്നറിയുന്നില്ല, മറ്റുള്ളവർ പറയുന്നത് അവൻ കേൾക്കുന്നില്ല, പൂർണ്ണമായിട്ടും ബോധം പോയത്. പക്ഷേ കണ്ണ് തുറന്നിരിക്കുകയാണ്. അവിടെയാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പം വരുന്നത്. കാരണം ബോധം പോവുക എന്ന് പറയുമ്പോൾ കണ്ണടഞ്ഞിരിക്കണമെന്നാണല്ലോ നമ്മൾ കരുതുന്നത്. ഇവിടെ കണ്ണിങ്ങനെ തുറിച്ചിരിക്കുകയാണ്, എന്നിട്ടും ഒട്ടും ബോധമില്ല എന്നുള്ളൊരു അവസ്ഥ. അപ്പോൾ ഈ ആബ്സെൻറ്റ് സീഷർ തലച്ചോറിലെ ചില പ്രത്യേക മേഖലകളിൽ അമിതമായിട്ട് വൈദ്യുതി പ്രസരണം വരുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതിന് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സകൾ തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് സത്യം.